നമസ്കാരം. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പലതും കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. സിനിമയാണെങ്കിലും അവർ കാണുന്ന റീൽസ് ആണെങ്കിലും അവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉപയോഗിച്ച് വരുമ്പോൾ അവരുടെ പിന്തുടരുന്ന ചാനലുകളൊക്കെ അവരുടെ സ്വഭാവത്തെയും രീതികളെയും ഒക്കെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കാറുണ്ട്. പലപ്പോഴും സിനിമയുടെ പോസ്റ്ററുകളിലൊക്കെ U/16 എന്നും U/13 എന്നും ഒക്കെ പറയുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ കൊച്ചുകുട്ടികളുമായിട്ട് പോകുന്ന രീതിയിലുള്ളൊരു പ്രവണത നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷേ അതുകൊണ്ട് അങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന വയലൻസും മറ്റു കാര്യങ്ങളിലും കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇന്ന് ക്ലാസ്സിനിടയിൽ ഇങ്ങനെ U/16 എന്നുള്ളത് 10 വയസ്സുള്ള നിങ്ങൾ കാണരുത് എന്ന് പറഞ്ഞപ്പോൾ അത് സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിലും OTT റിലീസാകുമ്പോൾ ഞങ്ങൾ കണ്ടോളാം എന്ന് പറയുന്ന അത്രയും മിടുക്കരാണ് നമ്മുടെ കുട്ടികൾ. പക്ഷേ അവർ കാണുന്ന കാര്യങ്ങൾ, അവരുടെ ആ കാഴ്ചകൾ എത്രത്തോളം അവരെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള പക്വതയും പ്രായവും ഒന്നും അവർക്കായിട്ടില്ല. അവിടെ ശ്രദ്ധ ചെലുത്തേണ്ടത് തീർച്ചയായിട്ടും മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ തന്നെയാണ്. കുട്ടികൾ കാണുന്ന വീഡിയോസ് ആണെങ്കിലും അവർ ഉപയോഗിക്കുന്ന ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും അതിലൊക്കെ അവരുടെ പ്രായത്തിന് തക്കതായിട്ടുള്ള കാര്യങ്ങളാണോ അവർ പിന്തുടരുന്നത് എന്ന് നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധയുണ്ടാവണം. സിനിമയാണെങ്കിലും റീൽസ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ സ്വഭാവത്തെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. ഈ കൂടുതലായി വയലൻസ് കാണുന്നത്, അങ്ങനെയുള്ള ഗെയിംസ് കളിക്കുന്നത് ഒക്കെ കുട്ടികളിൽ അക്രമവാസന കൂട്ടുകയും എമ്പതി കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. സ്കൂൾ തലങ്ങളിൽ പോലും ചെറിയ വഴക്കുകൾ ഉണ്ടാക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന വാക്കുകളും അവർക്ക് പരസ്പരമുള്ള ഒരു വെറിയും ഒക്കെ കാണുമ്പോൾ അത് കുട്ടികൾ തന്നെയാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അത്ഭുതം നമുക്ക് ഉണ്ടാവാറുണ്ട്. അതൊരിക്കലും ആശാവഹമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു കുട്ടി മുതിർന്ന ഒരാളെ പോലെ ചിന്തിക്കുന്നു, സംസാരിക്കുന്നു എന്ന് പറയുന്നത് അവൻ്റെ പക്വതയുടെ പ്രായത്തിൻ്റെ കാര്യമല്ല, ഇത്തരത്തിലുള്ള സ്വാധീനമാണെന്ന് മനസ്സിലാക്കുകയും കുട്ടികളെ കൃത്യമായി തന്നെ ഈ വക കാര്യങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യണമെന്ന് ഏറ്റവും വിനീതമായി തന്നെ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.